ഹായ് ഫ്രണ്ട്സ്, കോഡിംഗ് ഹൈവ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു സ്റ്റാക്കിനെ ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ എന്താണ് സ്റ്റാക്ക്, എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാക്ക് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ലിഫോ ആണ്. ലിഫോ മീൻസ് ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഔട്ട് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒക്കെ ഒരു കഫറ്റീരിയയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ കുറേ പ്ലേറ്റ്സ് അടുക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ടോപ്പിലുള്ള പ്ലേറ്റ് ആയിരിക്കും അവരെടുക്കുന്നത്. നമുക്ക് ഫുഡ് തരാനായിട്ട് സെർവ് ചെയ്യാനായിട്ട് ടോപ്പിലുള്ള പ്ലേറ്റ് ആയിരിക്കും എടുക്കുന്നത്. അതല്ല ഒരു പുതിയ പ്ലേറ്റ് കഴുകിക്കൊണ്ട് വെക്കുകയാണെങ്കിലും അതും ടോപ്പിലായിരിക്കും വെക്കുന്നത്. അപ്പോൾ എപ്പോഴും ടോപ്പ് എന്ന് പറയുന്ന ഒരു പോയിന്റ്, അതായത് ഒരു എൻഡിൽ കൂടെ മാത്രമേ ഡേറ്റനെ ആഡ് ആക്കാനും റിട്രൈവ് ചെയ്യാനും പറ്റൂ. ഈ കേസിൽ ഇപ്പോൾ പ്ലേറ്റിനെ നമുക്ക് എടുക്കാനായാലും വെക്കാനായാലും നമ്മൾ ആ ടോപ്പിലാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇതാണ്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇതാണെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ സ്റ്റാക്ക് ആണെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ 5, 9, 2 എന്ന് പറഞ്ഞ ഇത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഈ സ്റ്റാക്കിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഇവിടെയാണ് പോയിന്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ കൂടെ മാത്രമേ നമുക്ക് ഡേറ്റനെ റിമൂവ് ആക്കാനായാലും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ടോപ്പ് എന്ന് പറയുന്ന ഈ രണ്ടിൽ കൂടെ മാത്രമേ ഡേറ്റനെ ആഡ് ആക്കാനും റിമൂവ് ആക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അതാണ് ഈ ലിഫോ പ്രിൻസിപ്പിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സ്റ്റാക്ക് ഓൾറെഡി നമ്മൾ അറേ വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ലിങ്ക് ലിസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എയിം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റാക്കിനെ, അതായത് ഈ ഒരു സ്ട്രക്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അതായത് ലാസ്റ്റും ഫസ്റ്റ് ഔട്ട് എന്നുള്ള ഒരു സ്ട്രക്ചർ നമ്മുടെ ഈ ലിങ്ക് ലിസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ലിങ്ക് ലിസ്റ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമുക്കറിയാം ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് നോഡ്സ് ആണ് അല്ലേ. അതായത് കുറേ നോഡ്സ് ഉണ്ടാവും. പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ നോഡിലും എന്താണ് രണ്ട് സംഭവങ്ങൾ ഉണ്ടാവും. എന്തൊക്കെയാണ്? ഒരു ഡേറ്റയും ഉണ്ടാവും, ഒരു നെക്സ്റ്റ് ഫീൽഡും ഉണ്ടാവും. അപ്പോൾ ഡേറ്റ എന്ന് പറയുന്നത് ഇതുപോലെ 2, 9, 5 എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവും. ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പോയിന്റർ, അതൊരു അഡ്രസ് ആണ്. എന്ന് വെച്ചാൽ അടുത്ത നോഡ് എവിടെയാണ് ഉള്ളത് എന്നുള്ളത് ഈ നെക്സ്റ്റിലാണുള്ളത്. ഫോർ എക്സാമ്പിൾ ഇതൊരു 1000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലാണെങ്കിൽ ആ ഒരു മെമ്മറി ലൊക്കേഷൻ ആണ് ഈ നെക്സ്റ്റിൽ ഉണ്ടാവുക. അതുപോലെ ഇതിലും അങ്ങനെ. പിന്നെ ലാസ്റ്റത്തെ നോഡ് നമുക്കറിയാം, ഇപ്പോൾ ഒരു സിംഗിൾ ലിങ്ക് ലിസ്റ്റിന്റെ കേസ് ആണെങ്കിൽ ലാസ്റ്റത്തെ നോഡിൽ ഒന്നും കാണത്തില്ല. ദാറ്റ് മീൻസ് അതൊരു നൺ ആയിരിക്കും. അപ്പോൾ ഈ സ്റ്റാക്കിനെ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡൈനാമിക് ആയിട്ട് നമുക്ക് ഡേറ്റാനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു. എന്ന് വെച്ചാൽ ഡൈനാമിക് സൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ എൻ്റെ കയ്യിൽ ഒരു അറേ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ അറേ. അപ്പോൾ ഇതിൽ എൻ്റെ അടുത്ത് കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്ക് 5 എലമെന്റിനെ സ്റ്റോർ ചെയ്യാനാണ് ഞാൻ അറേ ഡിക്ലെയർ ചെയ്തേക്കുന്നത് വിചാരിക്കാം. ഓക്കെ. പക്ഷെ എൻ്റെ ബാക്കി 3 ലൊക്കേഷനിലും എലമെന്റ് ഒന്നും ഇല്ല. എന്ന് വെച്ചാൽ അവിടെ എലമെന്റ് ഒന്നും ഞാൻ ആഡ് ആക്കിയിട്ടില്ല. അപ്പോൾ ഈ 3 ലൊക്കേഷൻ, ഈ 3 മെമ്മറി ലൊക്കേഷൻ അവിടെ കിടപ്പുണ്ട്. മീൻസ് ഈ അറേക്ക് വേണ്ടി റിസർവ്ഡ് ആണ്. പക്ഷേ നമ്മളത് യൂസ് ചെയ്യുന്നില്ല. അതായത് നമ്മളവിടെ മെമ്മറി വെറുതെ വേസ്റ്റ് ആയല്ലേ പോണേ. അതിപ്പം നമ്മുടെ പൈത്തോണിന്റെ കേസിൽ നമുക്ക് അത് വരുന്നില്ല. പക്ഷേ മറ്റുള്ള ലാംഗ്വേജ്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഒരു അറേ ഇങ്ങനെ ഡിക്ലെയർ ആണ്. എ ഓഫ് ഐ, ഫോർ എക്സാമ്പിൾ ഇൻറ്റ് എ ഓഫ് ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഇത് ഞാൻ സീൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇൻറ്റ് എ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്ന ഇറ്റ്സ് ടൈപ്പ് ഓഫ് ഇൻറ്റിജർ ആൻഡ് ഇറ്റ് ക്യാൻ ഹോൾഡ് മാക്സിമം 5 വാല്യൂസ് എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇതിൽ 5 എലമെന്റ് സ്റ്റോർ ആക്കാൻ പറ്റും. അപ്പോൾ അതായത് ഈ എ എന്ന് പറയുന്ന അറയിൽ 5 ഇൻറ്റിജർ ടൈപ്പ് ഡേറ്റനെ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്തിടും. പക്ഷെ നമ്മൾ രണ്ടെണ്ണേ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും മെമ്മറി അവിടെ വേസ്റ്റ് ആയില്ലേ. പക്ഷേ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കേസിൽ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് നോട്ട്സിനെ ആഡ് ആക്കാനും ഷ്രിങ്ക് ചെയ്യാനും പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ആഡ് ആക്കാനും റിമൂവ് ആക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ മെമ്മറിയുടെ കൺസെപ്റ്റ് നോക്കുമ്പോൾ ഇത് വളരെ എഫിഷ്യൻറ്റ് മെമ്മറി യൂസിനാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. സ്റ്റാക്കിൽ നമ്മൾ പറഞ്ഞു നമുക്ക് ഡേറ്റനെ ആഡ് ആക്കാനും റിമൂവ് ആക്കാനും ടോപ്പിൽ കൂടെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. സ്റ്റാക്കിൽ മെയിൻ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് പുഷ്, പോപ്പ്, പീക്ക് എന്നൊക്കെ. അപ്പോൾ പുഷ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാനിവിടെ ഒരു എലമെന്റിനെ ആഡ് ആക്കുകയാണ്. അതിനെ നമ്മൾ പറയുന്നത് പുഷ് എന്നാണ്. അതല്ല എനിക്കൊരു എലമെന്റിനെ റിമൂവ് ആക്കണം, അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പോപ്പ്. പീക്ക് എന്ന് പറഞ്ഞാൽ ടോപ്പിലുള്ള എലമെന്റ് ഏതാണോ അതിന് ജസ്റ്റ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നു, വെച്ചാൽ റിമൂവ് ആക്കുന്നില്ല. പോപ്പും പീക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, പോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എലമെന്റിനെ അങ്ങ് റിമൂവ് ആക്കുകയാണ്. പീക്ക് ആണെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു, ഇതാണ് നമ്മുടെ ടോപ്പ് എന്ന് പറഞ്ഞിട്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ, നമ്മളൊരു നോഡ് ക്ലാസ് ഉണ്ടാക്കും. അതായത് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു നോഡ് ക്ലാസ്സിൽ നമ്മൾ ആ ഡേറ്റേനെയും പോയിന്ററിനെയും ഇനിഷ്യലൈസ് ചെയ്ത് വെക്കും അല്ലേ. എന്നിട്ട് നമ്മൾക്ക് ഒരു സ്റ്റാക്ക് ക്ലാസ് ഉണ്ടാക്കാം. സ്റ്റാക്ക് ക്ലാസ്സിനകത്ത് നമുക്ക് ഈ പുഷ് ചെയ്യാനും പോപ്പ് ചെയ്യാനും പീക്ക് ചെയ്യാനും ഒക്കെയുള്ള ഫങ്ഷൻസ് എഴുതാം. ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് കോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം നമ്മുടെ നോഡിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ. ഇതാണ് നമ്മുടെ നോഡ് ക്ലാസ്.
എന്നിട്ട് ഞാൻ പറഞ്ഞു നമ്മളൊരു കൺസ്ട്രക്ടർ വെച്ചിട്ടാണ് നമ്മൾ ആ വേരിയബിൾസിനെയൊക്കെ ഇനിഷ്യലൈസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഞാനൊരു കൺസ്ട്രക്ടറിനെ കൊടുത്തു. അപ്പോൾ ഇവിടെ കൺസ്ട്രക്ടറിൽ ഞാൻ പാസ് ചെയ്യുന്നുണ്ടാവും നമ്മുടെ ഡേറ്റ, അതായത് നമ്മുടെ ഈ ഒരു പിക്ചർ അനുസരിച്ചിട്ടാണെങ്കിൽ ഈ ഒരു ഡേറ്റ ഉണ്ടല്ലോ, ഈ ഒരു വാല്യൂ ഇതിനെ നമ്മൾ പാസ് ചെയ്യുന്നുണ്ടാവും അല്ലേ നോഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ആ ഡേറ്റേനെ കൂടെ ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് അതിനെ ഒന്ന് അസൈൻ ചെയ്ത് വെച്ചു. അതായത് സെൽഫ് ഡോട്ട് ഡേറ്റ എന്ന് പറയുന്നത് ആ ഡേറ്റ നമ്മൾ പാസ് ചെയ്യുന്ന ഡേറ്റയാണ്. അതുപോലെ നെക്സ്റ്റ് എന്നൊരു ഇതുണ്ടല്ലേ, നെക്സ്റ്റ് പോയിന്റർ, അതെന്ന് പറയുന്നത് ഇനിഷ്യലി നമ്മൾ എന്താക്കി വെക്കുന്നു ഞാൻ പറഞ്ഞു, നമ്മൾ നണ്ണാണ്, നമുക്ക് അറിയില്ല ഇപ്പോഴത്തെ വാല്യൂ, നമ്മൾ അതുകൊണ്ട് നണ്ണാക്കി വെച്ചു. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു നോഡ്. അതായത് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഈ ഓരോ നോഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതൊരു നോഡ് ഇങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നമ്മൾക്ക് എന്താ വേണ്ടത്, നമുക്കൊരു സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ആ സ്റ്റാക്ക് എന്ന് പറയുന്ന ക്ലാസ്സിലാണ് നമ്മുടെ ഈ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിനെ നമ്മൾ ഇംപ്ലിമെന്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കണക്ഷൻ ആവും. ഒരു സ്റ്റാക്കാണ് ഇത്, ഓരോ നോഡ് ഉണ്ടാവും. സോ നമ്മളിപ്പോൾ ആ ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ് സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ സ്റ്റാക്ക് എന്ന് തന്നെ നമുക്ക് പേര് കൊടുക്കാം. ഇവിടെ നമുക്ക് എന്താ പറഞ്ഞു, ഞാൻ പറഞ്ഞു സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സംഭവം ഉണ്ടാവണം, എന്താണ്, ടോപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവണം അല്ലേ. അപ്പോൾ ഞാൻ അതിനെ നമ്മുടെ ഈ സ്റ്റാക്ക് എന്ന് പറയുന്ന ക്ലാസ്സിൽ ഇനിഷ്യലൈസ് ചെയ്യാണ് യൂസിങ് ദാറ്റ് കൺസ്ട്രക്ടർ ഓൾസോ. സോ ഹിയർ ദിസ് ഇസ് ലൈക്ക് സെൽഫ്. ഓക്കെ, ഇവിടെ ഞാൻ ഇത് കൊടുത്തു. എന്നിട്ട് ഞാൻ സെൽഫ് ഡോട്ട് ടോപ്പ് എന്ന് പറയുന്നതിനെ ഇനിഷ്യലി നണ്ണാക്കി വെച്ചു. ഓക്കെ, ഇത്രയും സെറ്റാക്കി. ഇനി നമ്മൾ ഓരോ ഫംഗ്ഷനായിട്ട് എഴുതണമെന്ന് വെച്ചാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ, അതായത് സ്റ്റാക്ക് എം ടി ആണോ, സ്റ്റാക്കിലോട്ട് എങ്ങനെ എലമെന്റ് ആഡ് ആക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ സ്റ്റാക്ക് എം ടി ആണെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇനിഷ്യലി ഇതാണ് എൻ്റെ സ്റ്റാക്ക് എന്ന് വിചാരിക്കും, ഇതാണ് എൻ്റെ സ്റ്റാക്ക്. ഇതിനകത്ത് എലമെന്റ് ഒന്നും ഇല്ല എങ്കിൽ എന്താണ് ഇവിടെ ടോപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. ടോപ്പ് എന്ന് പറഞ്ഞാൽ നണ്ണായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റാക്ക് എം ടി ആണെന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യും, ഇത് ടോപ്പ് നണ്ണാണോ നോക്കൂ. ടോപ്പ് നണ്ണാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആ സ്റ്റാക്ക് എം ടി ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാം. അതായത് ഡെഫ് ഈസ് എം ടി, അതായത് നമ്മുടെ സ്റ്റാക്ക് എം ടി ആണോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിംപ്ലി നമുക്ക് എഴുതാം റിട്ടേൺ സെൽഫ് ഡോട്ട് ടോപ്പ് ഈസ് നൺ. ഓക്കെ, അപ്പോൾ ഇത് നണ്ണാണെങ്കിൽ, അതായത് നമ്മുടെ ഈ ടോപ്പ് എന്ന് പറയുന്ന നണ്ണാണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, അതല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. ക്ലിയർ അല്ലേ. ഇനി അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്ന ഫംഗ്ഷൻ ആണ് നമ്മുടെ സ്റ്റാക്കിലോട്ട് എങ്ങനെ നമ്മളൊരു എലമെന്റിനെ പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ എഴുതുന്നത് വെച്ചാൽ ഞാനത് പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്ന് വിചാരിക്കും. അതായത് എനിക്ക് ഈ ഒരു പിക്ചർ അനുസരിച്ചിട്ടാണെങ്കിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതാണ് എൻ്റെ അടുത്തുള്ള ഒരു നോഡ്. ഓക്കെ, എനിക്കിപ്പോൾ ഉള്ളത് ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്തുള്ള വാല്യൂ 8 നമ്മുടെ കയ്യിലുണ്ട് ഓൾറെഡി അല്ലേ. ഇപ്പോൾ 80 ആണെന്ന് വിചാരിക്കുക. എനിക്ക് 80 ആണ് ഇപ്പോൾ ആഡ് ആക്കേണ്ടത്. കറൻ്റ്ലി നമ്മുടെ ടോപ്പ് എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, എൻ്റെ അടുത്ത് ഇപ്പോൾ പുതിയൊരു നോഡ് ഇതാ ഉള്ളത്. ഈ നോഡിനെ എൻ്റെ സ്റ്റാക്കിലോട്ട് ആഡ് ആക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യുക. ഈ ഡേറ്റ വെച്ചിട്ട് ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു നോഡ് കിട്ടി അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താക്കി കൊടുക്കുക, ഇപ്പോഴത്തെ ഈ ടോപ്പ് ആക്കി കൊടുക്കുക അല്ലേ. മനസ്സിലാവുന്നുണ്ടോ. അതായത് ഇതാണ് നമ്മുടെ ന്യൂ നോഡ്, ഇതാണ് നമ്മുടെ ന്യൂ നോഡ്, ഇതാണ് നമ്മുടെ ന്യൂ നോഡ് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നു, ഇതിൻ്റെ നെക്സ്റ്റ് എലമെന്റ് ആണ് ടോപ്പ് എന്നുള്ള രീതിയിൽ കണക്ഷൻ കൊടുക്കുക. അതായത് ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് ആണ് ഇപ്പോഴത്തെ ടോപ്പ്. അങ്ങനെ വരുമ്പോഴത്തേക്കും 80 ഇവിടെ വന്നു. ഓക്കെ, ഇതിൽ നിന്നൊരു കണക്ഷൻ എങ്ങോട്ട് വന്നു, ഈ 80യിൽ നിന്നൊരു കണക്ഷൻ ഇങ്ങോട്ട് വന്നു. മനസ്സിലാവുന്നുണ്ടോ. എന്നിട്ട് എന്താക്കുക, ഇതിനെ ഇപ്പോഴത്തെ ടോപ്പ് ആക്കി വെക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഇൻസർട്ട് ചെയ്ത ന്യൂ നോഡാണ് ഇപ്പോഴത്തെ നമ്മുടെ ടോപ്പ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ കോഡ് വഴി ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു ന്യൂ നോഡിനെ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഞാൻ കൊടുക്കുകയാണ് ന്യൂ നോഡ് ഈക്വൽ ടു നോഡ് ഓഫ് നമ്മളിവിടെ പാസ് ചെയ്യുന്ന ഡേറ്റ. ഈ എക്സാമ്പിൾ പറഞ്ഞനുസരിച്ചിട്ടാണ് 80 വെച്ചിട്ട് ഞാനൊരു ന്യൂ നോഡിനെ ക്രിയേറ്റ് ചെയ്തു. അതായത് നമ്മുടെ ഈ നോഡിനെ നമ്മൾ ഈ ഒരു കമാൻഡ് വെച്ച് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അതിൻ്റെ നെക്സ്റ്റ്, അതായത് ന്യൂ നോഡ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോയിന്റ് ചെയ്യണം, നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള, നമ്മുടെ ഇപ്പോൾ കറണ്ട് ആയിട്ട് ഇങ്ങനെ ടോപ്പ് ഏതാണ്, ഇതാണ് നമ്മുടെ ടോപ്പ്. ഓക്കെ, ഇത് ആഡ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ടോപ്പ് ഇതാണ്. അപ്പം ഇതിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിലോട്ട് പോയിന്റ് ചെയ്യിക്കണം. അപ്പോൾ അതെങ്ങനെ കൊടുക്കാം, ന്യൂ നോഡ് ഡോട്ട് നെക്സ്റ്റ് ഈക്വൽ ടു സെൽഫ് ഡോട്ട് ടോപ്പ് അല്ലേ. അതായത് ആ ടോപ്പ് എന്ന് പറഞ്ഞ പോയിന്റ് ചെയ്തു. ഇനി അടുത്ത് ചെയ്യേണ്ട കാര്യം എന്താണ്, ഇപ്പോൾ നമ്മൾ ആഡ് ആക്കിയ എലമെന്റ്, അതായത് ഈ ന്യൂ നോഡാണ് ഇപ്പോഴത്തെ ടോപ്പ് എന്ന് പറയുന്നത് അല്ലേ, അത് മാറ്റണ്ടേ. അപ്പോൾ അത് കൊടുക്കാനായിട്ട് ഇവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ കൊടുക്കാം സെൽഫ് ഡോട്ട് ടോപ്പ് ഈക്വൽ ടു നമ്മുടെ ന്യൂ നോഡ്.
ഇത്ര ആകുമ്പോഴത്തേക്കും നമ്മുടെ ഒരു പുഷ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എങ്ങനെയാണ് പോപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അതായത് പോപ്പിനും ഇതുപോലെ സെൽഫ് കൊടുത്തു. ഇവിടെ നമ്മളൊന്നും പാസ് ചെയ്യുന്നില്ല അല്ലേ, അത് നമ്മൾ റിമൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കൊന്നും പാസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അതായത് എനിക്കിപ്പോൾ എൻ്റെ അടുത്തുള്ള ഈ 18 എന്ന് പറഞ്ഞ എലമെൻറ്റിനെയാണ് കളയേണ്ടത്. അതായത് പോപ്പ് ചെയ്യാൻ നമ്മുടെ അടുത്ത് പറഞ്ഞു, പോപ്പ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ നമ്മുടെ സ്റ്റാക്ക് ഇപ്പോൾ എം ടി ആണെന്നുള്ള കേസ് ആണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് സിംപ്ലി ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളൊരു ഫംഗ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട് ഈസ് എം ടി ആണെന്ന്. അപ്പോൾ എം ടി ആണെങ്കിൽ എന്താണ്, നമുക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഒന്നുമില്ല, എലമെന്റ് ഒന്നും ഇല്ല എന്ന് നമുക്ക് പറയാം. അതായത് ഒരു എലമെന്റും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാം ഒരു കേസ്. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ കറണ്ട് ടോപ്പിലുള്ള എലമെന്റ് അല്ലേ. അപ്പോൾ ഈ എലമെന്റിന് നമ്മൾ എവിടെയെങ്കിലും എടുത്ത് വെക്കാം, നമുക്ക് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ടോപ്പിനെ ഒന്ന് ഇങ്ങോട്ടാക്കുക. അതായത് ഇപ്പോൾ കറണ്ട് ടോപ്പ് ഇതാണെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ആയിട്ടുള്ള ലിങ്ക് ഏതാണോ ആ എലമെന്റ് ആണ് ഇപ്പോഴത്തെ ടോപ്പാക്കി മാറ്റി കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പോപ്പിൽ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റാക്ക് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം നമുക്കൊരു എം ടി ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫംഗ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി അല്ലേ. എന്താണ്, സെൽഫ് ഡോട്ട് ഈസ് എം ടി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ മുന്നേ. യെസ്, ഈസ് എം ടി എന്നൊരു ഫംഗ്ഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനെ വിളിച്ചു, അത് എം ടി ആണോ നോക്കി, അതായത് ട്രൂ ആണോ. ട്രൂ ആണെങ്കിൽ അതിനകത്തൊന്നും ഇല്ല. അപ്പം നമുക്കൊരു മെസ്സേജ് കൊടുക്കാം, എന്താണ്, സ്റ്റാക്ക് എം ടി ആണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കൊടുക്കാം സ്റ്റാക്ക് ഈസ് എം ടി എന്ന് പറഞ്ഞ് കൊടുത്തു. കൂടെ എന്താ കൊടുക്കുക, ഒരു സിമ്പിൾ ആയിട്ട് റിട്ടേൺ കൂടെ കൊടുക്കാം. റിട്ടേൺ ആണെന്ന് കൊടുത്തു. ഓക്കെ, ഇനി അതല്ല എങ്കിൽ എന്താണ്, നെക്സ്റ്റ് ലൈനിലോട്ട് വരും. ഇതല്ല എങ്കിൽ, അതായത് എന്തോ ഉണ്ട് നമ്മുടെ സ്റ്റാക്കിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ആ ഡേറ്റ, നമ്മുടെ കറണ്ട് ടോപ്പിലുള്ള ഡേറ്റ എടുത്ത് ഞാൻ ഒരു വേരിയബിളിലോട്ട് എടുത്ത് വെക്കുകയാണ്. ചുമ്മാ ഞാൻ എടുത്ത് വെക്കുകയാണ്, ജസ്റ്റ് ഒരു പ്രിന്റ് ചെയ്ത് കാണിക്കാനായിട്ട്. അതായത് നമ്മളെ ഡേറ്റനെ റിമൂവ് ആക്കുകയാണല്ലോ, അതുകൊണ്ട് ചുമ്മാ ടെമ്പററി ആയിട്ട് ഒന്ന് സ്റ്റോർ ചെയ്യുന്നു വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ ടോപ്പിലുള്ളതാണ് നമ്മുടെ റിമൂവ് ചെയ്യുന്ന ഡേറ്റ അല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുക്കാം, ടോപ്പ് ഡോട്ട് ഡേറ്റ. മനസ്സിലാകുന്നുണ്ടോ? എന്ന് വെച്ചാൽ നമ്മുടെ ഈ പിക്ചർ അനുസരിച്ചാണ് ഈ ഡേറ്റയാണ് ഇപ്പോൾ ഞാൻ എടുത്ത് സ്റ്റോർ ആക്കി വെച്ചത്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ എൻ്റെ ടോപ്പിനെ മാറ്റണം അല്ലേ. ടോപ്പ് എന്ന് പറയുന്നത് ആ എലമെന്റ് നമ്മൾ റിമൂവ് ആക്കുകയാണെന്ന് വെച്ചാൽ ആ ഒരു പോയിന്ററിനെ മാറ്റുക. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കാം, നമ്മുടെ ടോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ആ ടോപ്പിന്റെ നെക്സ്റ്റ് ആണ്. അതായത് ഈ ഒരു കേസ് ആണെങ്കിൽ ഇതാണ് ഇപ്പോഴത്തെ സെൽഫ് ഡോട്ട് ടോപ്പ്. അപ്പം ഇനി ടോപ്പ് ഏതാണ്, ഇതാണ് നമ്മുടെ ടോപ്പ് ആക്കേണ്ടത്. അതായത് ഈ എലമെന്റ് നമ്മൾ കളഞ്ഞു. അപ്പോൾ നമ്മുടെ ടോപ്പ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഡോട്ട് ടോപ്പ് ഡോട്ട് നെക്സ്റ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കൊടുക്കാം, സെൽഫ് ഡോട്ട് ടോപ്പ് ഡോട്ട് നെക്സ്റ്റ്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പ്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മൾ ഒരു ഡേറ്റനെ സ്റ്റോർ ആക്കി വെച്ചിരിക്കുന്നില്ല, അതിനൊന്ന് ജസ്റ്റ് റിട്ടേൺ ചെയ്യാം, അവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കാം. ഇനി അടുത്ത മെത്തേഡ് നമ്മൾ പഠിക്കാൻ പോണത് ഏതാണെന്ന് വെച്ചാൽ പീക്ക്. പീക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, എന്താണ് പീക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാക്കിലുള്ള ഡേറ്റ, ടോപ്പിലുള്ള എലമെന്റിനെ ജസ്റ്റ് നമ്മളൊന്ന് ഡിസ്പ്ലേ ചെയ്യുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ റിമൂവ് ഒന്നും അല്ല, റിമൂവ് അല്ല, ആഡും അല്ല. അപ്പോൾ എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പ് ആൻഡ് പീക്ക് എന്ന് ചോദിച്ചാൽ, പോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്റ്റാക്കിലുള്ള എലമെന്റിനെ റിമൂവ് ആക്കുന്നു. പീക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടോപ്പ് എലമെന്റ് ഡിസ്പ്ലേ ചെയ്യുന്നു, റിമൂവ് ആക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്യണം, ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യണം നമ്മുടെ സ്റ്റാക്ക് എം ടി ആണോ. ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു എറർ മെസ്സേജ് പ്രിന്റ് ചെയ്താൽ പോരെ. അപ്പം ഞാൻ ഈ കോഡ് അതുപോലെ കോപ്പി ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവിടെ ഒന്നുമില്ല അല്ലേ, അപ്പം നമുക്ക് ഒന്നും ഡിസ്പ്ലേ ചെയ്യാനില്ല. അതല്ലാത്ത കേസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ജസ്റ്റ് ടോപ്പിലെ ഡേറ്റനെ റിട്ടേൺ ചെയ്താൽ പോരെ. വളരെ എളുപ്പമാണ്, ഒരൊറ്റ ലൈൻ ഓഫ് കോഡിൽ പറ്റും. അതെങ്ങനെയാണ്, സെൽഫ് ഡോട്ട് നമ്മുടെ ടോപ്പിലുള്ള ഡേറ്റനെ ജസ്റ്റ് റിട്ടേൺ ചെയ്യിക്കുക. ഓക്കെ അല്ലേ, ഇങ്ങനെയാണ് നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞു. സ്റ്റാക്കിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യണം അല്ലേ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സ്റ്റാക്കിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് സ്റ്റാക്കിലോട്ട് ആഡ് ആക്കാമല്ലേ എലമെന്റ്സിനെ. അപ്പോൾ അതിന് പറയുന്ന പേരെന്താണ്, സ്റ്റാക്കിലോട്ട് എലമെന്റ്സിനെ ആഡ് ആക്കുന്നത് പുഷ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. സോ ഞാനൊരു 2-3 എലമെന്റ്സിനെ പുഷ് ആക്കട്ടെ. ഇപ്പോൾ നമ്മൾ 10, 20, 30 തന്നെ കൊടുത്തു എന്ന് വിചാരിക്കും. ഓക്കെ, ഇനി എന്നിട്ട് ഞാൻ ഇതിൻ്റെ ടോപ്പിലുള്ള എലമെന്റിനെ ജസ്റ്റ് സിമ്പിളായിട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അതിനാൽ പ്രിന്റ് ഇങ്ങനെ കൊടുക്കുക, ടോപ്പ് എലമെന്റ്. ടോപ്പ് എലമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെ കാണുന്ന പീക്ക് അല്ലേ, സ്റ്റാക്ക് ഡോട്ട് പീക്കാണ് അല്ലേ. സ്റ്റാക്ക് ഡോട്ട് പീക്ക് വയ്ക്കുമ്പോഴത്തേക്കും ടോപ്പിലുള്ള എലമെന്റ് പ്രിന്റ് ആയി വരും. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ടോപ്പിലുള്ള എലമെന്റ് 30, അതായത് നമ്മൾ ലാസ്റ്റ് ആഡ് ആക്കിയ എലമെന്റ് ആണ് അത്. ഇനി നമ്മളൊന്ന് റിമൂവ് ആക്കി നോക്കാം, നമുക്ക് പോപ്പ് ചെയ്ത് നോക്കാം അല്ലേ. അതെങ്ങനെയാണ്, സ്റ്റാക്ക് ഡോട്ട്
പോപ്പ് കൊടുത്തു. പ്രിന്റിനകത്ത് നമുക്കതിനെ കോൾ ചെയ്യാം. പ്രിന്റിനകത്ത് ഞാനൊരു മെസ്സേജ് കൊടുക്കുകയാണ്, പോപ്ഡ് എലമെന്റ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ട് സ്റ്റാക്ക് ഡോട്ട് പോപ്പിനെ കോൾ ചെയ്തു. ഓക്കെ, അപ്പോഴത്തേക്കും അവിടെ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ലേ, പോപ്പ് ചെയ്ത എലമെന്റ്, അതിനെ പ്രിന്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇവിടെ റൺ ചെയ്യുമ്പോഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത എലമെന്റ് 30 ആണ്. ഇനി ഞാൻ എഗെയിൻ നമ്മുടെ പീക്കിനെ ചോദിച്ചു കഴിഞ്ഞാൽ പീക്ക് വരുന്ന ഏതായിരിക്കും? 20 ആയിരിക്കും അല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ 30നെ റിമൂവ് ആക്കിയില്ലേ, അപ്പോഴത്തേക്കും വരുന്നത് 20 ആയിരിക്കും. ടോപ്പ് എലമെന്റ് 20. ഞാൻ ഇനിയിപ്പോൾ ഇതിനെയും റിമൂവ് ആക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ടോപ്പ് എന്ന് പറയുന്നത് പോപ്പഡ് എലമെന്റ് കിട്ടി. ഇനി നമ്മൾ അഗെയിൻ ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ പീക്കിനെ പ്രിന്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 10 ആയിരിക്കും. ഇനി ഞാൻ ഇതിനെ രണ്ടിനെ മീൻസ് അങ്ങ് എംപ്റ്റി ആക്കാന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്താ വരുന്നത്? നമ്മുടെ മെസ്സേജ് വരും, മീൻസ് ദർ ഇസ് നോ എലമെന്റ് എന്ന് പറഞ്ഞിട്ട് ടോപ്പ് എലമെന്റ് ആയിരിക്കും വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഈ സ്റ്റാക്കിന്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതും മനസ്സിലാക്കി. സോ നമുക്ക് ഈ സ്റ്റാക്കിന്റെ സ്പേസ് ആൻഡ് ടൈം കോംപ്ലക്സിറ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഇവിടെ പുഷിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് 1 ആണ് പുഷിന്റെ കേസിൽ. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഒരു ന്യൂ നോഡ് ആഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ആ പോയിന്റേഴ്സിനെ മാത്രമേ അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. വേറെ അങ്ങനെ ട്രാവേഴ്സൽ ഒന്നും ചെയ്യുന്നില്ല, എൻഡിയർ സ്റ്റാക്കിലോട്ട് ട്രാവേഴ്സൽ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഓർഡർ ഓഫ് 1 ആണ് പുഷ് ചെയ്യാനുള്ള സ്പേസ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഇനി പോപ്പിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെയാണ്. ഇവിടെയും നമുക്ക് ജസ്റ്റ് ഒരു പോയിന്ററിനെ അങ്ങ് അപ്ഡേറ്റ് ആക്കിയാൽ മതി, വേറെ കൂടുതൽ ഇങ്ങനെ അരയിന് ട്രാവേഴ്സ് ചെയ്യലോ അങ്ങനെ ഒന്നും പരിപാടിയില്ല. അതുകൊണ്ട് തന്നെ പോപ്പിനും ഓർഡർ ഓഫ് 1 തന്നെയാണ് കോംപ്ലക്സിറ്റി. അതുപോലെ ടോപ്പിലുള്ള എലമെന്റിനെ കണ്ടുപിടിക്കുക, അതായത് പീക്കിനായാലും ഓർഡർ ഓഫ് 1 തന്നെയാണ് കോംപ്ലക്സിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ പുഷിനും പോപ്പിനും പീക്കിനും ഒക്കെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓർഡർ ഓഫ് 1 ആണ്. അതുപോലെ സ്പേസ് കോംപ്ലക്സിറ്റിയുടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്പർ ഓഫ് നോട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ n നോട്ട്സ് ഉണ്ടെങ്കിൽ n ആണ് അതിന്റെ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ട്? അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണോ അത്രയാണ് അതിന്റെ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓർഡർ ഓഫ് n ആയിരിക്കും സ്പേസ് കോംപ്ലക്സിറ്റി. ഓക്കെ, എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് ഇൻ ദ കമന്റ് സെക്ഷൻ. ഐ വിൽ ട്രൈ ടു ആൻസർ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.